ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് സിനിമയാണ് കേട്ടോ. സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും അതൊരു ഇമോഷനാണ്. നമ്മൾ ഓരോരുത്തരും സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ള ആളുകളാണ് അല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഒരുപാട് സിനിമകൾ കണ്ട് വളർന്ന് അതിനെ റിലേറ്റ് ചെയ്ത് ആസ്വദിച്ച് ആരാധിച്ച് വളർന്നു വന്നിട്ടുള്ള ആളുകളാണ്. എൻ്റെ ചെറുപ്പകാലത്തിലെല്ലാം ഇന്നുള്ളതുപോലെ ഒരുപാട് തിയേറ്റേഴ്സും മൾട്ടിപ്ലെക്സുകളും സിനിപ്ലെക്സുകളും ഐമാക്സുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വളരെ കുറച്ച് തിയേറ്റേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി തിയേറ്റേഴ്സിൽ പോയി സിനിമ കാണുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ വല്ലപ്പോഴും മാത്രമാണ് തിയേറ്റേഴ്സിൽ പോയിട്ട് സിനിമ കണ്ടിരുന്നുള്ളൂ ഇന്നത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അന്ന് കൂടുതലും ടി വിയിൽ വരുന്ന മൂവീസ് കാണുക, അല്ലെങ്കിൽ കാസറ്റ് വാങ്ങിയിട്ട് VCR ഉപയോഗിച്ചിട്ട് സിനിമകൾ കാണുക. അത് കഴിഞ്ഞിട്ട് പിന്നെ CDs അവൈലബിൾ ആയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മൂവി എൻ്റർടൈൻമെൻറ്റ് ഫോർമാറ്റ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഗൾഫ് റീജിയൻസിലൊക്കെ ഉള്ള നമ്മുടെ റിലേറ്റീവ്സ് ഡാഡി എല്ലാം അവർ പോയിട്ട് വരുമ്പോൾ നമുക്ക് കാസറ്റ്സ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ മൂവീസൊക്കെ അപ്പോൾ അവർ കൊണ്ടുവരുന്ന VCR കാസറ്റ്സ് എല്ലാം വെച്ചിട്ട് സോങ്സും മൂവീസ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിനായിട്ട് ഷെയർ ചെയ്യും, അവർ കൊണ്ടുവരുന്ന കാസറ്റ്സ് നമ്മളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്കൊരു വൈഡ് അറേ ഓഫ് മൂവീസ് കാണാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ദോ നമ്മൾ തിയേറ്റേഴ്സിൽ പോയില്ല എന്നുണ്ടെങ്കിൽ പോലും. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഒരുപാട് ടേസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പിന്നെ ഒരുപാട് എല്ലാ മൂവീസും കാണാൻ തുടങ്ങി, തിയേറ്റേഴ്സിൽ തന്നെ പോയിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, തെലുഗു എല്ലാ മൂവീസും നമ്മൾ കാണുമായിരുന്നു കേട്ടോ. ഇപ്പോഴും കാണും. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ഒരുപാട് പാഷനേറ്റ് ആണ് മൂവീസ്, സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഇവിടെ എടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഈവൻ ഒരു മൂവി റൈറ്റ് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, ഡയറക്റ്റ് ചെയ്ത്, ഈവൻ പ്രൊഡ്യൂസ് ചെയ്ത് റിലീസ് വരെ ചെയ്തു, ഒരു ഷോർട്ട് ഫിലിം കേട്ടോ. അപ്പോൾ അത് ഞാനിത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ കാരണം അത് ആ പാഷൻ കാണിക്കാനാണ്. മൂവി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി, മൂവീസിനോടുള്ള ഒരു പാഷൻ ഇവിടെ അത് എവിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പറയുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടായി എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അത്രയും മാത്രം നമ്മൾ ആ ഇൻഡസ്ട്രീനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു എന്നും കൂടി ഇവിടെ ഉൾപ്പെടുത്താണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത ആ ഇൻഡസ്ട്രിയുടെ കുറച്ച് എന്തൊക്കെയാണ് മൂവീസിൽ ഞാനൊക്കെ എൻജോയ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എസ്പെഷ്യലി ഇന്ത്യൻ മൂവീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എൻജോയ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ 100% ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ളൊരു സ്റ്റോറി പറയണം എന്നൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു ജെന്യൂയിൻ ആയിട്ടുള്ളൊരു കഥ പറയുന്ന ഒരു മൂവി, ലൈക്ക് അവർ ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റിൽ ഒരു ജെന്യൂനിറ്റി, പ്യോറിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് ആസ് എൻ ഓഡിയൻസ് നമുക്കത് പെട്ടെന്ന് എൻജോയ് ചെയ്യാനും ഉൾക്കൊള്ളാനും കഴിയും. ലൈക്ക് ഒരു കോപ്പി പേസ്റ്റ് അല്ല വേറൊരു ഇൻഡസ്ട്രിന്നോ വേറൊരു മൂവിന്നോ വേറൊരു കൺട്രി മൂവിന്നോ ഉള്ള ജസ്റ്റ് ഒരു സിമ്പിൾ കോപ്പി പേസ്റ്റ് അല്ലാതെ ഒരു ജെന്യൂൻ ആയിട്ട് നമ്മുടെ കൾച്ചറിനും നമ്മുടെ സിറ്റുവേഷനും ഒക്കെ സർക്കംസ്റ്റാൻസസിനും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആർട്ടിഫാക്റ്റ് ആണെങ്കിൽ നമുക്കത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മൂവീസ് നമ്മുടെ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒത്തൻറ്റിക് ഫാക്ടറാണ് ഞാനെല്ലാം ഒരു മൂവി നമ്മുടെ ഒരു ഇന്ത്യൻ മൂവി അല്ലെങ്കിൽ മലയാളം മൂവി കാണുമ്പോൾ അതിന് ആ ഒത്തൻറ്റിസിറ്റി, മലയാളം മൂവിയുടെ ഒരു ഒത്തൻറ്റിസിറ്റി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഒരു സെക്കൻഡ് ഫാക്ടർ എന്തായിരിക്കും ആ മൂവിയിൽ എൻജോയ് ചെയ്യുന്നത് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു ഹീറോയിസം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിൽ ഒരു ഫാക്ടർ എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഇറ്റ്സ് ഓൾവേസ് യുവർ ഹീറോസ് ആർ ലാർജർ ദൻ ലൈഫ്. നമ്മുടെ ഹീറോസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂവി ഒരു സോങ് സീക്വൻസ് എടുത്താൽ തന്നെ ഒരുപാട് ആളുകൾ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് നമ്മുടെ സോങ്സ് എല്ലാം ഡെപിക്റ്റ് ചെയ്യപ്പെടുന്നത്. ഡാൻസ് സീക്വൻസസ് എല്ലാം ദ സ്ക്രീൻ ഇസ് ഫുൾ ഓഫ് പീപ്പിൾ.
അപ്പോൾ എപ്പോഴും നമ്മളൊരു ലാർജർ ദാൻ ലൈഫ് സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം അതിൽ ഹീറോയുടെ സക്സസ് ആകുമ്പോൾ നമ്മൾ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഞാൻ ഓക്കെ ആ ഹീറോയുടെ സക്സസ് എൻ്റെ സക്സസ് ആണ്, ആ ഹീറോയുടെ ഫെയിലിയർ എൻ്റെ ഫെയിലിയർ ആണ്, ആ ഹീറോ വിഷമിക്കുമ്പോൾ ഞാനും വിഷമിക്കുകയാണ്. അപ്പോൾ അത്രയും റിലേറ്റബിൾ ആണ്. ദോ ദ ക്യാരക്ടേഴ്സ് ആർ പോർട്രേഡ് ആസ് ലാർജർ ദാൻ ലൈഫ്, പക്ഷെ നമുക്കത് ഒരുപാട് ഇമോഷണലി നമ്മൾ അതിനായിട്ട് റിലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിനെ പറയുന്നതാണ് റിലേറ്റബിൾ ആർച്ചിടൈപ്പ് ഓർ റിലേറ്റബിൾ ആർക്കിടൈപ്പ് എന്നാണെന്ന് തോന്നുന്നത്. എക്സാക്ട് പ്രൊനൗൺസിയേഷൻ എനിക്ക് ഓർമ്മയില്ല. റിലേറ്റബിൾ ആർക്കിടൈപ്പ് എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആസ് എ നോർമൽ ഓഡിയൻസ് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യപ്പെടുകയാണ്, നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആൻഡ് അതിനെ നമ്മൾ ഒരുപാട് എൻജോയ് ആൻഡ് എൻ്റർടൈൻ ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഒത്തൻറ്റിസിറ്റി അതിൽ എന്താ പറയുക, ആ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറിന് എത്രമാത്രം അത് എന്താണ് ലോജിക്കലാണ്, സയൻറ്റിഫിക്കലി റീസണബിൾ ആണ് എന്നൊന്നും ആ നിമിഷത്തിൽ നമ്മൾ തിങ്ക് ചെയ്തിട്ട് അത്രയും സയൻറ്റിഫിക്കലി ആൻഡ് ലോജിക്കലി തിങ്ക് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. ആ ടൈമിൽ നമുക്കത് റിലേറ്റബിൾ ആണ്, എൻ്റർടൈനിങ് ആണ് എന്നുള്ളത്, ആ ഒരു അത്രയും അവേഴ്സ് നമ്മളത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ആ ആർട്ടിഫാക്റ്റ് എത്രയോ ഒത്തൻറ്റിക്കായി ക്രിയേറ്റ് ചെയ്തിട്ട് ആൻഡ് അതിലെ ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സിനെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യിക്കപ്പെടുകയാണ് ആസ് ഒരു ഡയറക്ടേഴ്സിൻ്റെ മാഗ്നിഫിസൻസ് എന്ന് പറയാം നമുക്കതിനെ വേണമെങ്കിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താണ് എൻജോയ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് ബിലീവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് നമ്മുടെ ഇന്ത്യൻ മൂവീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ദ സോങ്സ് ആൻഡ് ഡാൻസ് തന്നെയാണ്. അപ്പോൾ സോങ്സ് ആൻഡ് ഡാൻസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ അതൊരു വലിയൊരു ഇമോഷൻ തന്നെയാണ്, ഒരു വികാരം തന്നെയാണ്. കാരണം നമ്മൾ വളർന്നു വരുമ്പോഴുള്ള സോങ്സ് എല്ലാം ഇപ്പോൾ കേൾക്കുമ്പോൾ പോലും നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വാട്ട് എവർ വാസ് ദാറ്റ് ഇമോഷൻ വെൻ വി ഫസ്റ്റ് ഹേർഡ് ദാറ്റ് സോങ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ മൂവി തിയേറ്ററിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ആ ഫീലിങ്സ് എഗെയിൻ ആ മൂവീസ് ആൻഡ് സോങ്സ് എല്ലാം നമ്മൾ കണക്ട് ചെയ്യണം, ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യപ്പെടുകയാണ്. ആൻഡ് നമ്മുടെ മൂവീസിലെ സോങ്സ് ആൻഡ് ഡാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സിറ്റുവേഷനും ഒക്കേഷനും റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സോങ്സും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഇന്ത്യൻ മൂവീസിലെ സോങ്സിൽ. നമുക്ക് ഓണത്തിന് എത്ര മൂവീസിലെ പാട്ടുകൾ അവൈലബിൾ ആണ്, വിഷുവിന് നമുക്ക് ഒരുപാട് സോങ്സ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ദിവാലി, ക്രിസ്മസ്, എല്ലാത്തിനും ഓരോ സെലിബ്രേഷനും ഓരോ ഒക്കേഷനും ഓരോ ഇമോഷനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സോങ്ങുകൾ നമ്മുടെ മൂവി ഇൻഡസ്ട്രി നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഇൻറ്റഗ്രൽ പാർട്ടായി കഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത്രയും ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ ഇൻഡസ്ട്രി നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈവൻ ഓൺ എ ഡെയിലി ലൈഫ് ബേസിസ് എന്നുള്ളതിന് പ്രോമിനൻ്റ് ആക്കി കാണിക്കാനാണ് കേട്ടോ ഈ ഫാക്ടേഴ്സ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ഈ ഇൻഡസ്ട്രി നമ്മൾ ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. ആൻഡ് ദെൻ പിന്നെ അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് എൻ്റെ ഒരു ലേമാൻ, എനിക്ക് ഇൻഡസ്ട്രി ആയിട്ട് മൂവി ഇൻഡസ്ട്രി ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല, അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല, റിസർച്ച് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനൊന്നും പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ ആസ് ഒരു പ്രേക്ഷക അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ എന്ന നിലയ്ക്ക് എങ്ങനെ മൂവിനെ എൻജോയ് ചെയ്യുന്നു എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. പിന്നെ ഒരു ഇൻഡസ്ട്രി നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഹോളിവുഡ് ഇൻഡസ്ട്രിയാണ് അല്ലേ. അപ്പോൾ ഹോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ over $100 billion വർത്ത് ഓഫ് ഇൻഡസ്ട്രി ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ റിച്ചസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് മൂവി ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. അപ്പം നമ്മളെല്ലാം അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻസ്പിറേഷൻ കൊള്ളുമ്പോൾ നമ്മളെപ്പോഴും ആ ഇൻസ്പിറേഷൻ കൊണ്ട് അവർ അങ്ങനെ തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളുടെ ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു HR പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു HR പോളിസി ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മളൊരു വലിയൊരു സക്സസ്ഫുൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ അതേ HR പോളിസി എടുത്തിട്ട് ഒരു സ്മോളർ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഷുവർ ഷോട്ട് ഫോർ ഫെയിലിയർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കരുത് വേറൊരു ഇൻഡസ്ട്രിയുടെ വേറൊരു ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ
പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റ് സ്ട്രാറ്റജി എല്ലാം അങ്ങനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ട് വേറൊരു ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് നെവർ വർക്ക്സ്. നമ്മളെപ്പോഴും അതിനെ നമുക്കായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ, നമ്മുടെ വാല്യൂസ് ആൻഡ് കൾച്ചറിനായിട്ട് മാച്ച് ചെയ്യാൻ, നമ്മുടെ ഗോൾസ് ആൻഡ് കൺട്രീസ് വിഷനായിട്ട് മാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു ഒരു ലോങ് ടേം ഇൻഡസ്ട്രി ഗ്രോത്ത് ആൻഡ് ഇൻഡസ്ട്രി പ്ലേസ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ദ ചാൻസസ് ഓഫ് ബാക്ക് ഫയറിങ് ഈസ് മച്ച് മോർ ദൻ ദ ചാൻസസ് ഓഫ് സക്സസ്. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇത് ഒരു HR ബിസിനസ് പെർസ്പെക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് കേട്ടോ ഞാനിത് പറയുന്നത്. കാരണം എപ്പോഴും ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു സ്മോൾ കമ്പനി അവരൊരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരൊരു സക്സസ്ഫുൾ കമ്പനീനെ നോക്കിയിട്ട് അതേ പ്രോഡക്റ്റ് ഒരു കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആൻഡ് ഇൻഫാക്ട് ബിസിനസ് പോയിന്റ് ഓഫ് HR പോയിന്റ് ഓഫ് വ്യൂവിൽ അത് സക്സസ് ആവാനുള്ള ചാൻസസ് വളരെ 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 മൈന്യൂട്ടാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് ഓർ ആർട്ടിഫാക്റ്റ് or service as from a business point of perspective റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ സർക്കംസ്റ്റാൻസസിൽ അത് ഫീസിബിൾ ആണോ എന്നും കൂടി നോക്കണം. അത് നമ്മുടെ ലോങ് ടേം ഗോൾസ് ആൻഡ് വിഷൻ ആൻഡ് മിഷന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളതാണോ, നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ അതൊരു ലോങ് ടേമിൽ അതൊരു പ്രോമിനൻ്റ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്റ്റിലായിരിക്കും മുന്നോട്ട് പോവുക എന്നും കൂടി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മളൊരു എസ്പെഷ്യലി ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഇൻഡസ്ട്രിയുടെ തന്നെ ഗ്രോത്ത് ആൻഡ് സർവൈവൽ മൈറ്റ് ഗെറ്റ് ട്രിഗേർഡ് ഇൻ ദ റോങ് ഡിറക്ഷൻ എന്നാണ് ബിസിനസ് പെർസ്പെക്റ്റീവിൽ പറയപ്പെടുന്നത്, എസ്പെഷ്യലി ഫ്രം ആൻ HR പെർസ്പെക്റ്റീവ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് 2020 ഏറ്റവും കൂടുതൽ എല്ലാ ഇൻഡസ്ട്രീസും ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ചേഞ്ചസ് അല്ലേ. ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൂവി ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രീസും ഒരുപാട് ചേഞ്ചസ് ഗോ ത്രൂ ചെയ്യുന്നൊരു സമയമാണ് പോസ്റ്റ് ലാസ്റ്റ് 4-5 ഇയേഴ്സിൽ. അപ്പോൾ എസ്പെഷ്യലി മൂവി ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി എടുത്ത് നോക്കുമ്പോൾ ഇത് അഗെയിൻ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടില്ല, പലരും ഇൻ്റർവ്യൂസിൽ പറയുന്നത് കേട്ടതാണ്. അതായത് 2020 ഒരുപാട് ഇൻ്റർനാഷണൽ ഷോസ് ആൻഡ് സീരീസ് കാണാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇന്ത്യൻ ഓഡിയൻസസിൻ്റെ ആ എൻജോയ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ലെവൽ ഒരുപാട് മാറിയിട്ടുണ്ട് കമ്പയർഡ് ടു ദ pre-2020 ഇറ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീനെ സക്സസ്ഫുള്ളായി ത്രൈവ് ചെയ്യുന്നത് കാണാനാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അല്ലേ. എസ്പെഷ്യലി ഇന്ത്യയിലെ മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രീസ് ആണ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് സക്സസ്ഫുൾ ഇൻഡസ്ട്രി. ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലെ മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിനെ ഒരു ത്രൈവ് ചെയ്ത് കാണാനാണ് ആസ് എ പ്രേക്ഷക നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം. അത് സക്സസ്ഫുൾ ആയിട്ട് ലോങ് ടേമിൽ സക്സസ്ഫുള്ളായി ആളുകളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട്, വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കാണാനാണ് ഓരോരുത്തരും, സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആസ് എ പേഴ്സൺ ഹൂ എൻജോയ്സ് വാച്ചിങ് മലയാളം മൂവീസ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബ്ലൈൻഡ്ലി കോപ്പി ചെയ്ത് പേസ്റ്റ് മീൻസ് ഇറ്റ്സ് നൈസ് ടു ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം എ ലാർജർ ഇൻഡസ്ട്രി. പക്ഷെ ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു നൈറ്റിലോ ഒരു ഡിക്കേഡിലോ ഒരു 40-50 ഇയേഴ്സിലല്ല, years of work put in to make it $100 billion ഇൻഡസ്ട്രി. അപ്പം നമുക്കും അവിടെ എത്താൻ കഴിയും. നമ്മളതിൻ്റെ ഇൻസ്പിറേഷൻ എടുക്കുന്നത് ഈസ് വെരി ഗുഡ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ സർക്കംസ്റ്റാൻസസിനെ കൂടി കൺസിഡർ ചെയ്ത്, നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ സർക്കംസ്റ്റാൻസസിനെയും നമ്മുടെ ആളുകളുടെ ഇമോഷൻസിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ലോങ് ടേം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പ്ലീസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം ഇന്ന് ഈ വീഡിയോ മോഡ്യൂളിൽ എന്തൊക്കെയാണ് ഷെയർ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആസ് എ മൂവി ഓഡിയൻ എന്തൊക്കെയാണ് ഇന്ത്യൻ മൂവീസിൽ എൻജോയ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ്
ഒത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി പേസ്റ്റ് അല്ലാതെ വേറൊരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ വേറൊരു മൂവിയിൽ വേറൊരു കൺട്രിയിലെ മൂവിയുടെ ഒരു കോപ്പി പേസ്റ്റ് അല്ലാതെ നമ്മുടെ ഈവൻ കോപ്പി ചെയ്താൽ പോലും അതിന് എക്സാക്ട് പേസ്റ്റ് ചെയ്യപ്പെടാതെ നമ്മുടെ ഒത്തൻറ്റിസിറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ക്രിയേഷനായിട്ട് ഒരു ആർട്ടിഫാക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ പ്ലേസ് ചെയ്യുകയോ നമുക്ക് മുന്നിൽ വരികയാണെങ്കിൽ നമ്മളത് ഒരുപാട് എൻജോയ് ആൻഡ് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മൂവീസ് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദ സ്പെസിഫിക് മൂവീസ്, അത് എങ്ങനെയാണ് എൻജോയ് ചെയ്തത് അല്ലെങ്കിൽ അതിൽ ഒത്തൻറ്റിസിറ്റി എന്താണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ. ആൻഡ് സെക്കൻഡ്ലി, ഹീറോയിസം. ഓഫ് കോഴ്സ് ആ ഹീറോയിസം ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ മൂവീസ്. അതിന് എത്ര പറഞ്ഞാലും ഐ ഹാവ് എൻജോയ്ഡ് ഇറ്റ് തറലി. ആ ഹീറോയിസം ആൻഡ് ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സ് അതെല്ലാം ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ സ്റ്റിൽ എൻജോയ് ഇറ്റ്. And our Indian heroes are able to carry that image no matter the budget constraints. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ തേർഡ് ഫാക്ടർ, ദ മ്യൂസിക്, ദ സോങ്സ് ആൻഡ് ഡാൻസ്, വിച്ച് ഇസ് അഗെയിൻ നമ്മുടെ കൾച്ചറും നമ്മുടെ ലൈഫുമായിട്ട് ഇമോഷൻസുമായിട്ട് ഒരുപാട് ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരു ഫാക്ടറാണ്. നമ്മുടെ ഓരോ സെലിബ്രേഷനും ഒക്കേഷനും എല്ലാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് സോങ്സ് ആൻഡ് ഡാൻസസ് അവൈലബിൾ ആണ്. അത് ഇന്നും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഓരോ ഒക്കേഷനും വി പുട്ട് അവർ സോങ്സ്, വി ഡാൻസ്, വി എൻജോയ്, വി പാർട്ടി വിത്ത് ഇന്ത്യൻ മൂവി സോങ്സ്. അപ്പോൾ അത് 3 ഫാക്ടർ. പിന്നെ 4th ഫാക്ടർ, ഹോളിവുഡ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് റെസ്പെക്റ്റഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ നമ്മൾക്കും അതുപോലെ സക്സസ്ഫുൾ ആവണം എന്ന്, നമ്മുടെ ഇൻഡസ്ട്രീസും അതുപോലെ ആകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ബട്ട് പ്ലീസ് കൺസിഡർ നമ്മുടെ സർക്കംസ്റ്റാൻസസ് ആൻഡ് നമ്മുടെ ആളുകളുടെ ഇമോഷൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഫോർ ദ ലോങ് ടേം. അതൊക്കെയാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യൂസ് ആൻഡ് സജഷൻസ് ആൻഡ് പോയിൻറ്റ്സ് പ്ലീസ് ഇവിടെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു എവറിബഡി.